രാജ്യദ്രോഹ കുറ്റത്തിന് ദില്ലി പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ഒളിവിൽ പോയ വിദ്യാർത്ഥികൾ ജെഎൻയുവിൽ മടങ്ങിയെത്തി. പോലീസിന് കീഴടങ്ങില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. കീഴടങ്ങിയില്ലെങ്കിൽ എന്ത് മാർഗവും സ്വീകരിക്കുമെന്ന് ഡിജിപി ബി.എസ്. ബസി പറഞ്ഞു. വിശദാംശങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, ഏറെ നാടകീയ സംഭവങ്ങളാണ് പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ കൂട്ടത്തോടുകൂടി എടുത്തിരിക്കുന്ന ഒരു നിലപാട് ദില്ലി പോലീസ് ഒരുപക്ഷെ സൂചിപ്പിക്കുന്നത് പോലെ എന്ത് മാർഗവും സ്വീകരിച്ചേക്കാം. അത് അറസ്റ്റിലായാലും ശരി, കഴിഞ്ഞ നാളുകളിലടക്കം ദില്ലി പോലീസിന്റെ നിലപാടുകളോട് വിശ്വാസ്യത പോരാ എന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണോ പൊതുവെ ജെഎൻയുവിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്നടങ്കം എത്തിയിരിക്കുന്നത്? നിലപാട് ഇക്കാര്യത്തിൽ അവർ തറപ്പിച്ച് പറയുന്നത് എന്താണ്? പ്രതീഷ്, നിലവിൽ വിദ്യാർത്ഥികളും അധ്യാപക സംഘടനകളും പറയുന്നത് ആവശ്യമില്ലാത്ത വ്യാജ വീഡിയോകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തങ്ങൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കം ദില്ലി പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ക്രിമിനൽ ചാർജുകൾ ഒഴിവാക്കണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. അതിനാൽ തന്നെ ആദ്യം സൂചനകൾ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ പോലീസ് മുമ്പാകെ വിദ്യാർത്ഥികൾ കീഴടങ്ങിയേക്കുമെന്നാണ്. എന്നാൽ തങ്ങൾക്കെതിരെയുള്ള കേസുകൾ, ക്രിമിനൽ ചാർജുകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അധ്യാപക സംഘടനകളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ VC ഇപ്പോൾ പോലീസ് അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം VC ഇത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയേക്കും. ദില്ലി പോലീസ് കമ്മീഷണർ B.S. ബസി ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ അറിയിച്ചത്, ഇങ്ങനെ തുടരുകയാണെങ്കിൽ തങ്ങൾക്ക് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുമെന്നും ക്യാമ്പസിന് അകത്തേക്ക് പോലീസ് കടക്കുമെന്നുമാണ് ദില്ലി പോലീസ് കമ്മീഷണർ B.S. ബസി പറഞ്ഞത്. എന്നാൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് തങ്ങൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ക്രിമിനൽ ചാർജുകളടക്കം ഒഴിവാക്കണം, അന്വേഷണ കമ്മീഷനെ പുനഃസംഘടിപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അതിനാൽ തന്നെ വളരെ നാടകീയമായ രംഗങ്ങൾക്കാണ് സർവകലാശാല സാക്ഷ്യം വഹിക്കുന്നത്. ഉമർ ഖാലിദ് അടക്കമുള്ള 6 വിദ്യാർത്ഥികളും ഇപ്പോൾ ജെഎൻയുവിനകത്താണ്. ഇവർക്ക് സംരക്ഷണമേകി വലിയൊരു വിദ്യാർത്ഥി സംഘം ഇപ്പോൾ പിന്തുണയുമായി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഇവർക്ക് സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ നിന്നും ഇവരെ പിടിച്ചുകൊണ്ടു പോകുമെന്നാണ് ദില്ലി പോലീസ് അറിയിച്ചിരിക്കുന്നത്. മനു, ഒരുപക്ഷെ ഇക്കാര്യത്തിൽ കനയ്യയുടെ കാര്യത്തിൽ എടുത്ത ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷവും ഒരുപക്ഷെ സ്വീകരിച്ച നിലപാടുകളുണ്ട്. കോടതിയിൽ കൊണ്ടുവരുമ്പോഴും അല്ലെങ്കിൽ എഴുതി പോലും പോലീസിന്റെ പ്രേരണയാൽ എഴുതി നൽകുന്നു, തനിക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ പോലും. വിശ്വാസ്യത പോലീസിന്റെ ഇടപെടലിൽ വ്യക്തമായും ഭരണകൂടത്തിന്റെ, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നൊരു ബോധ്യം വിദ്യാർത്ഥികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടോ? എന്താണ് അധ്യാപകർ കൂടി കൂടിച്ചേർന്നതോടുകൂടി വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ നിലപാടെടുത്ത സാഹചര്യത്തിൽ ദില്ലി പോലീസിന് ഏത് മാർഗവും സ്വീകരിക്കും എന്ന് പറയുന്ന ദില്ലി പോലീസ് എന്ത് സൂചനയാണ് ആ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്? പ്രജീഷ്, നിലവിൽ അധ്യാപകർ മുഴുവനും ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അധ്യാപക സംഘടനാ പ്രതിനിധി അജയ് പട്നായിക് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയത്, തങ്ങൾ പൂർണ്ണ പിന്തുണയാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ഉമർ ഖാലിദ് അടക്കമുള്ള വിദ്യാർത്ഥികൾ പോലീസ് മുമ്പാകെ കീഴടങ്ങേണ്ടതില്ല എന്നൊരു നിലപാടാണ് അധ്യാപക സംഘടനകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയിരുന്നു, കനയ്യകുമാറിനെ അറസ്റ്റ് ചെയ്തതുപോലെ രഹസ്യമായി വന്ന് അറസ്റ്റ് ചെയ്ത് ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് വിവിധ തലങ്ങളിൽ ഈ വിദ്യാർത്ഥികൾക്ക് ജീവന് ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും അതിനാൽ തന്നെ ഈ അറസ്റ്റ് വരിക്കേണ്ടതില്ലെന്നുമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഇതിന് അധ്യാപക സംഘടനകൾ പിന്തുണ അറിയിക്കുന്നു. പോലീസ് ക്യാമ്പസിനകത്ത് കയറിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം VCക്ക് മാത്രമായിരിക്കുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. അതിനാൽ തന്നെ തങ്ങൾക്കെതിരെയുള്ള ക്രിമിനൽ ചാർജുകളടക്കം ഇത്തരത്തിൽ വ്യാജ വീഡിയോകൾ പ്രചരിച്ചതിലൂടെയാണ് രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തിയത്. ദില്ലി പോലീസ് പിൻവാങ്ങിയെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ ഈ ജെഎൻയു സർവകലാശാലയുടെ വെളിയിൽ അവർ തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇപ്പോൾ പോലീസ് വേഷത്തിലും മറ്റും ആരും തമ്പടിച്ചതായി ഒന്നും കാണാനാകില്ല. പക്ഷേ ദില്ലി പോലീസിലെ വലിയൊരു വിഭാഗം സിവിലിയൻ വേഷത്തിൽ ക്യാമ്പസിനകത്ത് പോലും ഉണ്ട് എന്നാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ B.S. ബസി പോലീസ് കമ്മീഷണറുടെ ഒരു നിർദ്ദേശം ലഭിച്ചതിന് ശേഷം ഈ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുക എന്നൊരു നിലപാടാകും പോലീസ് സ്വീകരിക്കുന്നത് എന്നാണ് അറിയുന്നത്. നിലവിൽ VC ചില പോലീസ് അധികൃതരുമായി ക്യാമ്പസിനകത്ത് കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇവരും സിവിലിയൻ വേഷത്തിലാണ് VCയുടെ മുറിയിലേക്ക് പോകുന്നതും കണ്ടത്. അതിനാൽ തന്നെ സിവിലിയൻ വേഷധാരികളായ വലിയൊരു സംഘം പോലീസുകാർ ക്യാമ്പസ് ചുറ്റും വളഞ്ഞിരിക്കും.
എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതീഷ്, മനു, ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ പോകുന്നത്? കാരണം ബലപ്രയോഗം ഏത് രീതിയിലും ഇടപെടൽ ഒരു പക്ഷേ നടത്തിയേക്കാം ദില്ലി പോലീസ്. വിദ്യാർത്ഥികൾ എന്തായാലും ഈ പറയുന്ന ഈ ഒരു ദില്ലി പോലീസിന്റെ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. കോടതിയിൽ പോലും സുരക്ഷ നൽകാൻ കഴിയാത്ത ഒരു പോലീസിന്റെ കൈകളിലേക്ക് വിദ്യാർത്ഥികളെ വലിച്ചെറിയാൻ എന്തായാലും അധ്യാപകർ കൂടി അതിലേക്ക് സാഹചര്യം ഒരുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ എന്ത് നിലപാടായിരിക്കും ദില്ലി പോലീസിനെ ഒരുപക്ഷെ കൈക്കൊള്ളാൻ പോവുക? ഏത് ഇടപെടലിലൂടെയായിരിക്കും? എന്തായാലും കീഴടങ്ങുമെന്നായിരുന്നല്ലോ ആദ്യം തീരുമാനിച്ചത്. അതിൽ നിന്നും ഒരു പിന്നാക്കം പോക്ക് എന്തായാലും വിദ്യാർത്ഥികൾ കൂടി സ്വീകരിച്ച സാഹചര്യത്തിൽ പ്രജീഷ്, ഉമർ ഖാലിദ് അടക്കമുള്ള 6 വിദ്യാർത്ഥികളും ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട് എന്നൊരു സൂചനകൾ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വലിയൊരു പോലീസ് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി തന്നെ ക്യാമ്പസിന് ചുറ്റും നിലയുറപ്പിച്ചിരുന്നു. തുടർന്ന് പോലീസിനെ അകത്ത് കയറാൻ VC അനുവദിക്കാത്തതിനെ തുടർന്നാണ് പോലീസ് വേഷധാനത്തോടു കൂടി ഇവർ അകത്ത് കയറാതിരുന്നത്. തുടർന്ന് സിവിലിയൻ വേഷത്തിലും മറ്റും വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ക്യാമ്പസിനകത്ത് ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വൈസ് ചാൻസലറും പോലീസ് അധികൃതരുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ തുടരുകയാണ്. ഇതിനുശേഷം VC ഇത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കും. നിലവിൽ ക്യാമ്പസിനകത്തേക്ക് പോലീസ് കയറിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം VCക്ക് മാത്രമായിരിക്കുമെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ VCയുടെ നിലപാട് കൂടി വന്നതിന് ശേഷം അടുത്ത നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ദില്ലി പോലീസ് ഒരു സംയമനം പാലിക്കാനുള്ള. കാരണം ദില്ലി പോലീസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ചതുപോലെ ഒരു എടുത്തുചാടിക്കൊണ്ടൊരു നിലപാടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? പ്രത്യേകിച്ച് നാളെ ലോക്സഭ പാർലമെന്റ് ചേരാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ രാഷ്ട്രീയ ആയുധമായി എന്തായാലും പ്രതിപക്ഷമടക്കം ഏറ്റെടുത്ത ഒരു സാഹചര്യത്തിൽ ഈ പൊടുന്നനെ ഒരു ഇടപെടൽ നടത്തി വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുക, മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് എന്തായാലും കാര്യങ്ങളെ കൊണ്ടുപോകാതിരിക്കുക എന്നൊരു നിലപാട് കൂടി ദില്ലി പോലീസിന്റെ മുൻപിലുണ്ടോ? അതോ അതൊന്നും നോക്കാതെ തന്നെ ഇടപെട്ടുകൊണ്ട് ഏത് മാർഗവും സ്വീകരിക്കുക എന്ന നിലപാടാണോ അവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം? തീർച്ചയായും പ്രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് പോലീസ് തുടരുന്നത്. വലിയൊരു സംഘർഷമൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ഈ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുക്കുക എന്നത് തന്നെയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്ന സമീപനം. ഇതിന്റെ സൂചനകൾ നൽകിയാണ് VC ക്യാമ്പസിനകത്ത് പോലീസ് പ്രവേശിക്കരുതെന്ന് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് പോലീസുകാർ ഒന്നടങ്കം ക്യാമ്പസിന്റെ പുറത്തു നിന്ന് പോലും പോലീസ് വേഷധാരികളായ ആളുകൾ മാറിയത്. തുടർന്നാണ് സിവിലിയൻ വേഷത്തിലും മറ്റും വലിയ രീതിയിലുള്ള ഒരു പോലീസ് സംഘം ക്യാമ്പസിനകത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. നിലവിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങൾക്കിടയിൽ പോലും ഈ 6 പേരെയും അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നത് തന്നെയാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. എന്നാൽ ഇതിനെ എതിർക്കുമെന്ന് വിദ്യാർത്ഥികളും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു പ്രതിഷേധത്തിന് തന്നെയാകും JNU ഉച്ചയ്ക്ക് ശേഷവും സാക്ഷ്യം വഹിക്കുക. മനുശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് JNU വീണ്ടും പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് അറിയുന്നത്. പൊരുതുന്ന JNUവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഫാസിസത്തിനെതിരെ ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ മാനവ പ്രതിരോധം സംഘടിപ്പിച്ചു. JNU പൂർവ്വ വിദ്യാർത്ഥിയും നടിയുമായ സജിത മഠത്തിൽ മാനവ പ്രതിരോധം ഉദ്ഘാടനം ചെയ്തു. പൊരുതും JNU പടരും നാടാകെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് DYFI, SFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തുടങ്ങി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിരോധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഗാന്ധിജിയെ വധിച്ച ദിവസം ലഡ്ഡു വിതരണം ചെയ്തതും ഗോഡ്സെയെ തൂക്കിലേറ്റിയ ദിവസം ബലിദാന ദിനമായി ആചരിക്കുന്നതും രാജ്യദ്രോഹ കുറ്റമായി കാണാത്തവരാണ് അവരുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതെന്ന് പ്രതിരോധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സജിത മഠത്തിൽ പറഞ്ഞു. പ്രതീക്ഷിക്കുന്ന രീതിയിലല്ലാത്ത സംവാദത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അവർ രാജ്യദ്രോഹികളായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ ചുമത്തിയ അതേ വകുപ്പ് തന്നെയാണ് ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്കെതിരെ ചുമത്തുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്ത CPM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് പറഞ്ഞു. രാജ്യദ്രോഹം അളക്കുന്ന പുതിയ ഉപകരണം RSS കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരാണ് ദേശസ്നേഹി, ആരാണ് രാജ്യദ്രോഹി എന്ന് പ്രഖ്യാപിക്കുന്നത്. BJPക്കും RSSനും നരേന്ദ്രമോദിക്കുമെതിരെ സംസാരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണെങ്കിൽ DYFIക്കാർ എല്ലാവരും രാജ്യദ്രോഹികളാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ് പറഞ്ഞു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, DYFI എറണാകുളം ജില്ലാ പ്രസിഡന്റ് KS അരുൺകുമാർ, സെക്രട്ടറി സതീഷ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരഞ്ഞെടുപ്പിൽ എല്ലാവരും മത്സരിക്കണമെന്നില്ലെന്ന് VM സുധീരൻ. കൂട്ടായ നേതൃത്വം എന്നതിനർത്ഥം എല്ലാവരും മത്സരിക്കുമെന്നല്ല, ഹൈക്കമാൻഡുമായി നടത്തുക പൊതുവായ ചർച്ചകളെന്നും സുധീരൻ പറഞ്ഞു. എല്ലാവരും ഒന്നിച്ച് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നില്ല. മറിച്ച്
തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് മുന്നോട്ട് നീക്കുക. അതാണ് പൊതുവെ സ്വീകരിച്ചു വന്നിട്ടുള്ളൊരു നിലപാട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടരുന്ന തർക്കം പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി കേരള നേതാക്കളുടെ കൂടിക്കാഴ്ച തുടങ്ങി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയും VM സുധീരനും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, എന്തായാലും ദില്ലിയിലെ ചർച്ചകളോടുകൂടി ഏകദേശ ധാരണ, സമവായം ഒക്കെ രൂപപ്പെടാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? മൂന്ന് നേതാക്കളും എപ്പോഴൊക്കെയായിരിക്കും സോണിയാഗാന്ധിയുമായും മുതിർന്ന കേരളത്തിൻ്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയുമായിട്ടൊക്കെ തന്നെ കൂടിക്കാഴ്ചകൾ നടത്തുക? പ്രജീഷ്, ഹൈക്കമാൻഡുമായുള്ള KPCC നേതാക്കളുടെ ദില്ലി ചർച്ചയ്ക്കായാണ് മൂന്നുപേരും എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ ആര് നയിക്കും, സ്ഥാനാർത്ഥി നിർണയം എങ്ങനെ, മാനദണ്ഡങ്ങൾ എന്തായിരിക്കണം എന്നത് സംബന്ധിച്ചാണ് ചർച്ച. ബാർ കേസിലും സോളാർ കേസിലും പ്രതിച്ഛായ നഷ്ടമായ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ലെന്ന കടുത്ത നിലപാടാണ് VM സുധീരനുള്ളത്. സാമുദായിക പരിഗണന തിരിച്ചടിയാകാതിരിക്കാൻ ഉമ്മൻചാണ്ടി പ്രചാരണത്തിൽ സജീവമായാലും നയിക്കുന്നത് ചാണ്ടിയാകരുതെന്നൊരു അഭിപ്രായം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള I ഗ്രൂപ്പിനും ഉണ്ട്. ആരോപണ വിധേയരായവർ സ്ഥാനാർത്ഥിയാകരുത് എന്ന മാനദണ്ഡം നേരത്തെ തന്നെ സുധീരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലൂടെ A ഗ്രൂപ്പിൽ ബെന്നി ബെഹനാൻ, തമ്പാനൂർ രവി തുടങ്ങിയവരെയാണ് സുധീരൻ ലക്ഷ്യമിടുന്നത്. ഈ ആവശ്യം, വീണ്ടും അവരെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന ആവശ്യം ഇന്ന് ഹൈക്കമാൻഡുമായുള്ള ചർച്ചയിൽ VM സുധീരൻ ആവർത്തിക്കും. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് ഹൈക്കമാൻഡിന് അഭിപ്രായപ്പെട്ടെങ്കിലും ആ അഭിപ്രായത്തെ നേതൃത്വത്തിലെ എല്ലാവരും മത്സരിക്കണമെന്ന വ്യാഖ്യാനമായി ആരും കരുതേണ്ടതില്ലെന്ന് സുധീരൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടും എന്നതിനർത്ഥം എല്ലാവരും മത്സരിക്കും എന്നല്ല എന്നായിരുന്നു. എന്തായാലും രാവിലെ 9 മണിയോടുകൂടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തി. ഏകദേശം അരമണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. വൈകുന്നേരം 5 മണിയോടുകൂടി പ്രവർത്തക സമിതി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമാണ് 5:30 കേരള വിഷയം ചർച്ച ചെയ്യുക. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചുമതലയുള്ള ഗുലാം നബി ആസാദ്, സംഘടനാ ചുമതലയുള്ള മുഗൾ വാസ്നിക്, AK ആന്റണി തുടങ്ങിയവരും പങ്കെടുക്കും. സന്തോഷാണ് ദില്ലിയിലെ ചർച്ചകൾ സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിയമസഭാ സീറ്റിനെ ചൊല്ലി ആഭ്യന്തര കലഹം രൂക്ഷം. ചങ്ങനാശ്ശേരി സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് യൂത്ത് ഫ്രണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ രംഗത്ത്. പാർട്ടി വൈസ് ചെയർമാനും സിറ്റിംഗ് MLA-യുമായ CF തോമസ് മാറി നിൽക്കണമെന്നും ആവശ്യപ്പെടുന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം നേതൃത്വത്തോട് ചങ്ങനാശ്ശേരി സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തൽക്കാലം തളിപ്പറമ്പിൽ മത്സരിക്കാനും അടുത്ത തവണ ചങ്ങനാശ്ശേരി സീറ്റ് നൽകാമെന്നും പാർട്ടി നേതൃത്വം അന്ന് നൽകിയ ഉറപ്പ് ഇക്കുറി പാലിക്കുമെന്നാണ് കരുതുന്നതെന്ന് യൂത്ത് ഫ്രണ്ട് മുൻ നേതാവ് ജോബ് മൈക്കിൾ പീപ്പിൾ TVയോട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടിക്ക് സീറ്റ് ചോദിച്ച ആളാണ്. ആ ചോദിച്ച സമയത്ത് എന്നോട് പാർട്ടി പറഞ്ഞത് അടുത്ത പ്രാവശ്യം തീർച്ചയായും ഈ സീറ്റ് ജോബ് മൈക്കിൾ മത്സരിക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ തളിപ്പറമ്പിന് പോയത്. ആ തീരുമാനം പാർട്ടി നടപ്പാക്കിക്കണം. പാർട്ടി ചെയർമാനും പാർട്ടി ലീഡർഷിപ്പും ഒക്കെ അതിനുവേണ്ടി നിലപാടെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാർട്ടിയിൽ കാലഘട്ടത്തിന് അനുസൃതമായി മാറ്റമുണ്ടാകണം. വർഷങ്ങളായി മത്സരിച്ചവർ യുവാക്കൾക്കായി മാറിക്കൊടുക്കണം. 36 വർഷം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മത്സരിച്ച് അവരുടെയൊക്കെ പ്രായം മാറിക്കഴിയുമ്പോൾ പുതിയ ആളുകൾ വരണമല്ലോ. അങ്ങനെ ആ മാറ്റത്തിന് അനുസൃതമായിട്ടുള്ള ഒരു കാര്യം ചങ്ങനാശ്ശേരിയിൽ നടക്കും. പാർട്ടി വൈസ് ചെയർമാനും സിറ്റിംഗ് MLA-യുമായ CF തോമസ് പാർട്ടി തീരുമാനത്തിന് അനുസൃതമായി മാറിക്കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ജോബിന്റെ മറുപടി ഇങ്ങനെ: പാർട്ടിയോട് കൂറും അചഞ്ചലമായ വിശ്വാസം കൂറും നിലനിർത്തുക എന്ന് പറഞ്ഞ ഒരു പാർട്ടി മെൻ്റെ കടമയാണ്. ആ പാർട്ടി മെൻ ആ കടമ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മാറിക്കൊടുക്കത്തില്ല എന്നുള്ള തീരുമാനം അല്ല. അത് പാർട്ടി ആവശ്യപ്പെടുന്ന സമയത്ത് പാർട്ടിക്ക് അനുസൃതമായി ആ പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയോട് കൂറുപെടുത്തുന്ന ആള് അതിനുവേണ്ടി തയ്യാറെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മുന്നണിയിലോ പാർട്ടിയിലോ സീറ്റ് ചർച്ചകൾ തുടങ്ങാനിരിക്കുന്ന സന്ദർഭത്തിൽ കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലമായ കോട്ടയത്തു നിന്നും സീറ്റിനായി ഉയർന്ന പരസ്യമായ അവകാശവാദം വരും ദിവസങ്ങളിൽ പാർട്ടിയെ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും. കനയ്യയുടെ അറസ്റ്റ് സഭയെ ബഹളമയമാക്കും. JNU വിഷയം സഭ ചർച്ച ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. വ്യാഴാഴ്ച റെയിൽ ബഡ്ജറ്റും തിങ്കളാഴ്ച പൊതുബഡ്ജറ്റും അവതരിപ്പിക്കും. JNU വിഷയത്തിൽ ഇടതുപക്ഷവും പ്രതിപക്ഷ പാർട്ടികളും സംയുക്തമായി പ്രതിഷേധത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ബഡ്ജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കുന്നത്. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത് വ്യാജ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് എന്നത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. കൂടാതെ വിഷയത്തിൽ NDAയ്ക്കുള്ളിൽ തന്നെ എതിരഭിപ്രായമുണ്ട്. പുറമേ നിന്നുള്ള പിന്തുണ സമാജ്വാദിയിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ലഭിക്കില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും.
വിഷയം ചർച്ച ചെയ്ത് പ്രതിഷേധം കുറയ്ക്കാനും NDA ശ്രമിക്കുന്നു. എന്നാൽ JNUവിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി ദേശവിരുദ്ധരെ പിന്തുണയ്ക്കുന്നു എന്ന് കാണിച്ച് BJP അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് സൂചനയുണ്ട്. എങ്കിലത് പ്രശ്നങ്ങളെ വീണ്ടും ആളിക്കത്തിക്കും. രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ ഇത്തവണയും കേന്ദ്ര സർക്കാരിന് കഴിയില്ല. 25-ാം തീയതി കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി സുരേഷ് പ്രഭു കേന്ദ്ര റെയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും. തിങ്കളാഴ്ച മോദി സർക്കാരിന്റെ രണ്ടാമത്തെ പൂർണ്ണ പൊതു ബഡ്ജറ്റ് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും അവതരിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കെ ബാബുവിനെതിരായ ബാർക്കോഴ കേസ് പരിഗണിക്കുന്നത് ഏപ്രിൽ 23-ലേക്ക് മാറ്റി. ത്വരിത പരിശോധനാ റിപ്പോർട്ട് പരിഗണിക്കുന്നത് തൃശൂർ വിജിലൻസ് കോടതിയാണ് മാറ്റിയത്. വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, സ്റ്റേ ഹൈക്കോടതിയുടെയൊക്കെ തന്നെ കാര്യത്തിലുള്ള സ്റ്റേ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണോ ഇങ്ങനെ ഒരു കേസ് സംബന്ധിച്ച് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? തീർച്ചയായും പ്രജീഷ്, മന്ത്രി കെ ബാബു ബാർഡമ ബിജു രമേശിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം വിവിധ ചാനലുകൾ വഴി പുറത്തു വന്നിരുന്നു. ഈ അഭിമുഖങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തകനായ ജോർജ് വട്ടകുളം തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ വിജിലൻസിനോട് ത്വരിതാന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് കോടതി ജഡ്ജ് SS വാസൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നൽകിയ കാലാവധി കഴിഞ്ഞിട്ടും വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ജനുവരി 23-ന് മന്ത്രി ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിനെതിരെ മന്ത്രി കെ ബാബു സ്വകാര്യ അന്യായത്തിലൂടെ ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഈ ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു. തുടർന്ന് 10 ദിവസത്തിനുള്ളിൽ ത്വരിതാന്വേഷണ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 8-ന് തൃശൂർ വിജിലൻസ് കോടതിയിൽ വിജിലൻസ് സ്പെഷ്യൽ സെൽ SP R നിജാമിനി തയ്യാറാക്കിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. മന്ത്രി ബാബുവിനെ വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. മന്ത്രി പണം വാങ്ങിയതിന് തെളിവ് കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആരോപണം നിലനിൽക്കുന്നില്ല എന്ന റിപ്പോർട്ടാണ് കോടതിയിലെത്തിയത്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പരിഗണിക്കുന്നതിനായി ഹൈക്കോടതിയുടെ സ്റ്റേ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് പരിഗണിക്കുന്നത് ഏപ്രിൽ 23-ലേക്ക് മാറ്റിയിരിക്കുന്നത്. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. സോളാർ കമ്മീഷൻ മുൻപാകെ സരിത ഇന്ന് ഹാജരാകില്ല. അസുഖമായതിനാൽ വിസ്താരം 2 ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സരിത കമ്മീഷനിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കമ്മീഷൻ ഇന്ന് പരിഗണിക്കും. ഈ മാസം 18-ന് സരിത ഹാജരായെങ്കിലും അസുഖം കാരണം മൊഴി നൽകാനാകില്ലെന്ന് കമ്മീഷനെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വിസ്താരം ഇന്നത്തേക്ക് മാറ്റിയിരുന്നു. അതേസമയം മുൻ തൃശൂർ റേഞ്ച് AG TJ ജോസിനെ കമ്മീഷൻ ഇന്ന് വിസ്തരിക്കും. സരിതയുടെ ഫോൺ കോൾ വിവരങ്ങൾ TJ ജോസ് നശിപ്പിച്ചുവെന്ന് മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് കമ്മീഷനിൽ മൊഴി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് TJ ജോസിനെ ഇന്ന് വിസ്തരിക്കുന്നത്. സേട്ട് നാഗ്ജി കപ്പ് ഉക്രൈൻ ക്ലബ്ബായ FC നിപ്രോയ്ക്ക് ബ്രസീലിയൻ ക്ലബ്ബ് അത്ലറ്റിക്കോ പെരാനൈസിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് നിപ്രോ പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 40,000-ലധികം കാണികളെ സാക്ഷി നിർത്തിയാണ് ഉക്രൈൻ ടീമായ FC നിപ്രോ നാഗ്ജി കപ്പിൽ മുത്തമിട്ടത്. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കായിരുന്നു FC നിപ്രോ ബ്രസീൽ ക്ലബ്ബായ അത്ലറ്റിക്കോ പരാനൻസിനെ പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലുടനീളം ആക്രമണോത്സുക കളി പുറത്തെടുത്ത നിപ്രോ കലാശ പോരാട്ടത്തിലും കാണികളെ നിരാശരാക്കിയില്ല. 39-ാം മിനിറ്റിൽ ഇഹോർ കോഗട്ട് നിപ്രോയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ നേടി. ഗോൾ മടക്കാൻ ബ്രസീൽ ടീം ശ്രമിച്ചെങ്കിലും നിപ്രോയുടെ പിഴവറ്റ പ്രതിരോധത്തിന് മുന്നിൽ ശ്രമങ്ങളെല്ലാം വിഫലമായി. 61-ാം മിനിറ്റിൽ ഡെനീസ് ബലാൻഡുക്ക നിപ്രോയുടെ 2ാം ഗോൾ നേടി. 85-ാം മിനിറ്റിൽ യൂറിൻ വാക്കുൾക്കോയുടെ ഗോളിലൂടെ നിപ്രോ ഗോൾ പട്ടിക പൂർത്തിയാക്കി. ടൂർണമെന്റിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് നിപ്രോ ചാമ്പ്യന്മാരായത്. സ്റ്റേഡിയത്തിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ചാമ്പ്യന്മാർക്ക് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ട്രോഫികൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.